സൺഡേ തിയേറ്ററിൻ്റെ 18ാമത്തെ വയസ്സിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാടകാവതരണമാണ്. പ്രതിവാര നാടകോത്സവത്തിൽ 750ാമത് അവതരണം. ഇത് തികച്ചും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഉതകുന്ന രീതി തയ്യാറാക്കിയിട്ടുള്ള ഈഡിപ്പസ് ഓൺ റിഹേഴ്സൽ 1 മണിക്കൂർ 35 മിനിറ്റാണ് ഈ നാടകത്തിൻ്റെ അവതരണ ലയം. നാടകം ആരംഭിക്കും. ഈഡിപ്പസ് ഓൺ റിഹേഴ്സൽ. നാടക രചന മൊഴിമാറ്റം CJ തോമസ്. രംഗപാഠം സംവിധാനം ഉണ്ണികൃഷ്ണൻ നെല്ലിക്കൽ. അവതരണം രംഗരചന സൺഡേ തിയേറ്റർ 18ാം ബാച്ച്. എല്ലാവരും മൊബൈൽ ഫോൺ മുതൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈലന്റ് മോഡിൽ എടുക്കുകയോ ചെയ്യും. നാടകം ആരംഭിക്കും. ബഹുമാനം കിട്ടുന്നതാണ് ചിന്നമ്മേച്ചിയുടെ അഭിപ്രായം. വേറെ എന്തെങ്കിലും അഭിപ്രായം കാണിയിട്ടുണ്ടോ?
വലിയ അന്ധവിശ്വാസവും മനുഷ്യപ്രീതിയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. അപ്പോ ഈ നാടകം ഈ കാലഘട്ടത്തിൽ കളിക്കുന്നതിൽ പ്രസക്തിയില്ലേ? വേറെന്താ അഭിപ്രായം? അന്ധവിശ്വാസം, അധികാരം, സ്ത്രീകളുടെ മേലെയുള്ള അധിക പ്രയോഗം, ഇതും നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നത് തന്നെയാണ് അല്ലേ? അപ്പൊ നമ്മള് ഈ വേറെന്താ അഭിപ്രായം? ശ്രീരാമേട്ട ആ നാടകത്തിൽ അതെ, സ്ക്രിപ്റ്റ് വായിച്ചെനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. ഏതൊരു ഏകാധിപതി 15 വർഷത്തിന് മുമ്പിലല്ലേ ഏതൊരു ഏകാധിപതിയുടെ പകരം ജനരോഷത്തല്ല. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു, മുസോളിനി ജനരോഷത്താൽ കൊല്ലപ്പെട്ടു. ഇന്ന് ഭരിക്കുന്നവരും ഇനി ഭരിക്കാനിരിക്കുന്നവരുമായ ഏതൊരു ഏകാധിപതിയുടെ മദ്യം ജനരോഷത്തലാണ്. ഇത് നമുക്ക് ഏത് രംഗത്തിൽ കാണാൻ കഴിയും? നാടകത്തിന്റെ ഉത്തരാംഗത്തിലും നാടകത്തിന്റെ ഉത്തരാംഗം ലേയുസിന്റെ മരണശേഷം ടീംസ് നടത്തി ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കേൾക്കും. അപ്പോ നമുക്ക് ഇപ്പോഴുണ്ട് നമുക്ക് ഈ രംഗം എങ്ങനെ ചെയ്യാം? അപ്പോ അതിനാണെങ്കിൽ ബ്യൂട്ടിഫുൾ സൈക്കിൾ താങ്ങ് നൽകി ഇലക്ട്രിയോടും ദാസ്യങ്ങളും ദാസ്യൊക്കെ നിങ്ങൾ മാറിമാരൊന്നും പറയാം. പിന്നെ വേറെ കാര്യം, നമ്മൾ ഈ കോസ്റ്റ്യൂമും പ്രോപ്പർട്ടിയും നമ്മൾ ഉപയോഗിക്കുന്നത് ഡമ്മിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. നാടൻ കൊടുക്കാം.
പിതാവ്, ദൈവത്തിന് വേണ്ടാത്തവൻ. ഓ, ഇടിപ്പസിനില്ലാത്ത അതും വേറെ കാണുള്ളത്. എങ്കിലും ഇത് വേണ്ടിയിരുന്നില്ല. ഇരുട്ടിൽ ജീവിക്കുന്നത് വേണം മരിക്കാമായിരുന്നു. ചിന്തിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയെയും കാണേണ്ടി വരികയില്ലേ? യാതൊരു മരണത്തിന് തീർക്കാനാവാത്ത മഹാപാപമല്ല ഞാൻ അവർക്ക് ചെയ്തത്. അവർ ജനിച്ചതെങ്കിലും ഓർക്കുമ്പോൾ എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കാണാൻ കഴിയും. ആ വിചിത്ര കാഴ്ച കാണാൻ കണ്ണുകൾ വേണം. ഈ തിരക്കോപുരങ്ങൾ പ്രതിമകൾ കാണാൻ എനിക്ക് കഴിയുമോ? അത് കാണുന്നതിൽ നിന്നും ഞാൻ തെരിയലെന്ന് വിലക്കിയത് യൂസിന്റെ പുത്രന് ദേവന്മാർക്കും മനുഷ്യർക്കും വേണ്ടാത്ത ശബ്ദവസ്തുനാട്ടി ഓടിക്കാൻ ഞാൻ തന്നെയല്ല ആജ്ഞാപിച്ചത്. മഹാപാപി ഞാനാണെന്ന് അറിയുമ്പോൾ എനിക്ക് എന്തിനാണ് ഈ കണ്ണുകൾ? ഈ ജനങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നത് കാണാനോ? വഴിയുണ്ടായിരുന്നെങ്കിൽ ഇതും ഞാൻ ചെയ്യുമായിരുന്നു. എന്റെ വളർത്തമ്മേ, എന്തിനു വേണ്ടിയാണ് എന്നെ രക്ഷിച്ചത്? എന്നെങ്ങനെ കിട്ടിയ നീലോകത്തോട് പ്രഖ്യാപിക്കുന്നതിന് പകരം നിനക്കത് വലിക്കാൻ അനുവദിക്കാമായിരുന്നില്ലേ? നിങ്ങളുടെ വളർത്തുപുത്രന്റെ ബാലസൗന്ദര്യത്തിൽ അടിഞ്ഞുകൂടിയിരുന്ന ദുഷ്ടതകൾ കണ്ടിരുന്നു. സകല പാപവും തെളിഞ്ഞു ആപത്തിന്റെ സന്തതി ആ കാലത്ത് വെച്ചിടത്തെ ആ മുക്കൂട്ട പെരുവഴി, അതിനടുത്തുള്ള കുറ്റിക്കാട്, അവിടെ വെച്ചാണ് ഞാൻ എന്റെ അച്ഛന്റെ ചോര വീഴ്ത്തിയത്. എന്റെ രക്തം ഇവയെല്ലാം എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അതുവഴി ഞാൻ തീർത്തിലേക്ക് വന്നതെന്ന് ശുദ്ധ പാപം. ഗർഭത്തിൽ ഗർഭോത്പാദനം ചെയ്ത അച്ഛൻ, സഹോദരൻ, പുത്രൻ, വധു, ഭാര്യ, അമ്മ, ശാസ്ത്രീയ ദാമ്പത്യത്തിൽ ഇനി ചേർന്ന ബന്ധങ്ങൾ മുഴുവൻ കുറ്റത്തിൽ വിശ്വപാപങ്ങളെല്ലാം ഇനി ഒരു അറിയാത്ത ഇനി ഞാൻ പറയുന്നില്ല. കൊണ്ടുപോകും. ഈ നാട്ടിന് പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുവേക്കാം. ഈ മനുഷ്യരുടെ കൺമുമ്പിൽ നിന്ന് എന്നെ കൊണ്ടുപോകും. അതാ ക്രിയോർ വരുന്നു. അങ്ങയുടെ ആശങ്കകൾക്ക് ഉത്തരം പറയുന്നതും ചെയ്യുന്നതും അദ്ദേഹമാണ്. അദ്ദേഹമാണിപ്പോൾ നിങ്ങൾക്ക് പകരം ഞങ്ങളുടെ രക്ഷിതാവ്. എന്താണ് അദ്ദേഹത്തോട് പറയുക? എന്റെ അപ്പുറത്തിനെയാണ് അദ്ദേഹത്തിന് ന്യായമായി തോന്നുക. ഞാൻ തെളിഞ്ഞില്ലേ ഞാൻ അദ്ദേഹത്തെ എത്രയോ ഭയങ്കരമായി ദ്രോഹിച്ചിരുന്നുവെന്ന്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ അധപതനത്തിൽ നിങ്ങളെ അധിക്ഷേപിക്കാനല്ല, കഴിഞ്ഞ വ്യക്തികളെ പറ്റി കുറ്റപ്പെടുത്താനുമല്ല. അശുദ്ധവസ്തുക്കളെ കേട്ട് മണ്ണിലും വെള്ളത്തിലും വായുവിലും അതിനെ സ്വീകരിക്കാനും വയ്യ. അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോകും. ചില കഷ്ടത ബന്ധുക്കളൊക്കെ മറ്റാരും കാണരുത്. യാചിക്കുന്നു. ഈ ക്ഷണം ഇവിടെ നിന്ന് മനുഷ്യരുടെ കൺമുമ്പിൽ നിന്ന് ഞാൻ ഈശ്വരായിട്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇത് നേരത്തെ നടക്കുമായിരുന്നു. വ്യക്തമല്ലേ? മരിക്കണം.
ഇഷ്ടമല്ലെങ്കിൽ കൂടി എല്ലാത്തിനും ഒരു അതിരുണ്ട്. നിങ്ങൾ എനിക്ക് വാക്ക് തന്നിരിക്കുകയില്ലേ? എന്ത് വാക്ക്? ഇവിടുന്ന് നയിക്കാൻ അത് ഭഗവാൻ തീരുമാനിക്കണം, ഞാനല്ല. ഏത് ഭഗവാനാണ് ഇനി എന്നെ പറ്റി പറയുക? എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം സാധിക്കും. സമ്മതം. എന്റെ അറിവിനപ്പുറം ഞാനൊന്നും പറയില്ല. ഉത്തരവുടെ കാലം കഴിഞ്ഞു, ഇനി അനുസരിക്കൂ. നിങ്ങളുടെ വാഴ്ച അവസാനിച്ചു. എന്നെ കൊണ്ടുപോകൂ. ഈ നാട്ടിന് പുറത്തേക്ക് എന്നെ കൊണ്ടുപോകൂ വേഗം. ഈ മനുഷ്യരുടെ കൺമുമ്പിൽ നിന്ന് എന്നെ കൊണ്ടുപോകൂ. ഞാൻ നശിച്ചു. എന്നെ കൊല്ലൂ. എന്നെ കടലിൽ കയറ്റിത്താഴ്ത്തൂ. എങ്ങനെയുണ്ടായിരുന്നു? ഒരു വ്യക്തിയുടെ പതനമാണ് നമ്മളിവിടെ കാണാൻ കഴിയും. എങ്കിൽ ഗണിതസ് ഒരു ഏകാധിപതിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോക്കാം. എന്താണ് ഈ സ്കിൽസ്? അത് ഒരു രാഷ്ട്രീയമാണ്. ഒരു രാക്ഷസിയാണോ? അതെ, അതൊരു മെറ്റഫറാണ്. എന്തിന്റെ മെറ്റഫർ? അതെ. ദെയ്യൂസിന്റെ മരണശേഷം തീപ്സ് നഗരം അനാഥമായി. അവിടെ ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറത്തു. അവിടെ എത്തിയ എഡിപ്പസ് ആഭ്യന്തര കലാപങ്ങളെ പിടിച്ചമർത്തുന്നതാണ് തീപ്സിന്റെ രാജാവ്. ഇത് നമുക്ക് എവിടെ കാണാൻ കഴിയും? നാടകത്തിന്റെ പൂർവാംഗത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂർവാംഗം ചെയ്യാം. അപ്പോ ആരായിരിക്കും എഡിപ്പസ്? നമുക്ക് പുരോഹിതനായിട്ട് ദേവസേനം ചെയ്യാം. നമുക്ക് ആഭ്യന്തര കലാപത്തിൽ നിന്നും തന്നെ തുടങ്ങാം. ആദ്യത്തെ ക്ഷേത്രത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ
ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം വരേണ്ട സമയമാണ്. അദ്ദേഹം ഇതിനകം തന്നെ വരേണ്ടതാണ്. ദൈവം വന്നതിന് ശേഷം ദൈവം എന്തായാലും ഞാൻ ക്രിസ്ത്യൻ അതാ മകനെ ആളുകൾ അതെ അത് അദ്ദേഹം തന്നെയാണ്. ഭഗവാനെ, നല്ല വർത്തമാനമായിരിക്കണേ. സഹോദര, എന്താണ് വർത്തമാനം? എന്താണ് നല്ലതാണ്. എല്ലാം യഥാവിധി നടക്കുമെങ്കിൽ ദുഃഖത്തിൽ നിന്നും സുഖം. വെളിവാണ് ഏത് മാസത്തിനുള്ളിൽ പറയാം, എല്ലാം പറയാം. ഇത്തരത്തിൽ ആളുകൾ കൂടി വെച്ച് വേണം നമുക്ക് അർത്ഥം പോകാം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞോളൂ, അവരുടെ വിധി എന്നെയും ബാധിക്കുന്നു. എന്റെ ജീവനക്കാരെ വെളിപ്പെട്ട് കൽപ്പനയുണ്ടായത് ഇങ്ങനെയാണ്. ഈ മണ്ണിൽ പിറന്ന് ഈ മണ്ണിൽ പിളർന്ന് ഈ മണ്ണിനെ നശിപ്പിക്കുന്ന ഒരു നീച വസ്തുണ്ട്. അതിനകത്ത് ആ രക്ഷ വെച്ചിരുന്നാൽ മുടിയും. ഈ ദിവസം എന്ത് ശുദ്ധീകരണമാണ്? ഒരാളെ നാട് കടത്തണം, അല്ലെങ്കിൽ രക്തത്തിന് പകരം രക്തം. രക്തപാതകമാണ് ഈപ്സിന്റെ ശാപകാലം. ആണ് അന്ന് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു രാജാവുണ്ടായിരുന്നു. ലൈബസ്. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഘാതകരെ ശിക്ഷിക്കണമെന്നാണ് വെളിപ്പെട്ടതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് ആ പഴയ പാതകത്തിന്റെ മാഞ്ഞ കാൽപ്പാടുകൾ നാം ഇവിടെ തിരിയും. ഘാതകൻ ഇവിടെയുണ്ട്. അതാണ് ഈശ്വരൻ ചെയ്യാം. വെളിപ്പെട്ടത് ഇങ്ങനെയാണ്. തേടിയവർ കാണും, വേണ്ടാത്തത് കാണില്ല. അയ്യൂസിന്റെ അഭിവൃദ്ധി എവിടെ വെച്ച്? വീട്ടിലോ, വയലിലോ, വിദേശത്തോ? അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് മധ്യത്തിൽ കാണിച്ചു. ഇങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. യാതൊരു വർത്തമാനവും കിട്ടിയില്ലേ? സാക്ഷികളായി ആരുണ്ടായിരുന്നില്ലേ? എല്ലാവരും മരിച്ചുപോയി. ഒരാളില്ലേ അഞ്ചൽ കോടി കെട്ടിപ്പെട്ടു. നിങ്ങൾക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നു. എന്താണ് ഇന്നിൽ നിന്നും പലരും രാജാവിന്റെ സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അവന്റെ കഥ. ഇവിടെ തന്നെ തക്ക പിൻബലമില്ലാതെ വെറും കൊള്ളക്കാർ ഇത്തരം ഒരു ആക്രമണത്തിന് ധൈര്യപ്പെടുകയില്ല. അക്കാലത്താണ് കടങ്കഥകൾ കൊണ്ട് സ്ഫിങ്സ് രാജസിലെത്തിയത്. പ്രശ്നങ്ങളിൽ നിന്നും അഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ആദ്യപത്തിൽ ഞങ്ങൾ തള്ളിവിട്ടു. നമുക്ക് ചുവട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാം പിടിച്ചെത്തട്ടെ. കൽപ്പനയെഴുതിയ ആദിത്യ ഭഗവാന് നമസ്കാരം. മരിച്ചവരോടുള്ള കടമ ചൂണ്ടിക്കാണിച്ചതിന് നിങ്ങൾക്കും നന്ദി. ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഈ കറ അന്യരിൽ നിന്നല്ല, എന്നിൽ നിന്ന് തന്നെ ഞാൻ കഴിക്കണം. യൂസിനെതിരെ ഉയർന്ന കൈ അത് എനിക്കെതിരെ വേറെന്നായിരുന്നു. അതെന്തെങ്കിലും ആകട്ടെ. ഈപ്സിന്റെ സകല പൗരന്മാരെന്ന് പറഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാത്ത ഒന്നുമില്ലെന്ന്. നാം ജയിക്കും, അല്ലെങ്കിൽ നശിക്കും. എഴുന്നേൽക്കൂ മക്കളെ. ഞാൻ ചോദിച്ചതെല്ലാം രാജാവ് നമുക്ക് വാഗ്ദാനം ചെയ്തു. വെളിപാടരുളിയ ആദിത്യ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം.
മറിച്ച് ഒന്നടങ്കത്തിൽ തന്നെ രക്ഷാം. തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഇല്ലാതാക്കും. ദേശീയാസമുള്ള ഇടിപ്രശ്ന മനോഭാവം ഇത് മാത്രമല്ല പ്രിയോൺ തനിക്കെതിരെ പ്രവർത്തിക്കുമെന്ന് കരുതി അയാൾ ഒഴിവാക്കുകയും ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്നാരായണം ചെയ്യും. ഒന്നാരായണം ചെയ്യുമ്പോ ഇനി ഇടിപ്പ സഹിക്കാം. എന്താണ് ചെയ്യുവിന്? ചെയ്തു നോക്ക്. ചിലപ്പോ ആളുകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ. ഒരു കാഴ്ചയിലല്ലേ നോക്ക്.
ഞാനൊരക്ഷരവും പറയുകയില്ല. ഒരക്ഷരവും അഹങ്കാരി, കള്ളൻ. നീ പറയുന്നത് കേട്ടാൽ കല്ലുകൾ പോലും കത്തിച്ചിരിക്കും. നീ ഒന്നും പറയില്ല അല്ലേ? അവസാന നിമിഷം വരെ നിർബന്ധം പിടിക്കും അല്ലേ? എന്നെ പഠിക്കുന്നത് എന്തിന്? ആദ്യം അവനവന്റെ കുടുംബം നേരെയാക്കുക. കേട്ടില്ലേ ഇത്തരം വാക്കുകൾ? ഒരു രാജ്യത്തെ അപമാനിക്കുന്ന ഇത്തരം വാക്കുകൾ ഒരു മഹർഷിയെ പോലും ചൊടിപ്പിക്കും. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. ഞാൻ എന്നേക്കും മൂകനായി തീർന്നാൽ വരാനുള്ളതെന്തെന്ന് പറയുകയാണ് നിന്റെ തൊഴിൽ. അങ്ങ് എത്ര വേണമെങ്കിലും കോപിച്ചുകൊള്ളു. ഞാൻ ഇനി ഒരക്ഷരവും പറയുകയില്ല. കോപിക്കാൻ തന്നെയാണ് ഭാവം. എനിക്ക് തോന്നുന്നത് ധൈര്യമായി പറയുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് ഇതാണ്, ഈ പാവനം ചെയ്യാൻ നിനക്കുണ്ടായിരുന്നു ഒരു പങ്ക്. നീ ഗുരുവിനായിരുന്നെങ്കിൽ പറയുമായിരുന്നു, നീയാണ്, നീ മാത്രമാണ് ആ കൃത്യം ചെയ്തത്. പറയുമല്ലേ? എങ്കിൽ ഇതുകൂടി കേട്ടുകൊള്ളുക. അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ശാപം വീണിരിക്കുന്നത് അത് അങ്ങയുടെ ജീവിതത്തിൽ തന്നെയാണ്. ഇന്നു മുതൽ അങ്ങക്ക് എന്നോടോ ഇവിടെയുള്ള മറ്റാരോടെങ്കിലുമോ സംസാരിച്ചുകൂടാ. ഈ രാജ്യത്തെ തീരുന്ന ആ ശബ്ദവസ്തു എന്തൊരു ധൈര്യം! ഇവന് നാണവുമില്ലേ? ഈ ധിക്കാരം കൊണ്ട് രക്ഷപ്പെട്ടു കൊള്ളാമെന്നാണോ വ്യാമോഹം? ഞാൻ എപ്പോഴേ രക്ഷപ്പെട്ട് കഴിഞ്ഞു. സത്യമാണ് എന്റെ കവചം. ഇതാരുടെ വേലയാണ്? ഇതാണോ പ്രശ്നമോകൻ? അങ്ങാണ് എന്റെ ഇഷ്ടത്തിനെതിരായി അങ്ങ് എന്നെ കൊണ്ട് പറയിച്ചതാണ്. ഒരിക്കൽ കൂടി കേൾക്കട്ടെ, തെറ്റി പറ്റുന്നല്ലോ. അത് വേണ്ടിടത്തോളം വ്യക്തമായി. അതോ ഇനിയും എന്നെ പരീക്ഷിക്കുകയാണ്? സംശയം പാടില്ല. ഒന്നുകൂടി പറയും. ഞാൻ പറയുന്നു, നിങ്ങൾ തരുന്ന കൊലയാളി അത് നിങ്ങൾ തന്നെയാണ്. എടാ, നീ ഇതിനെ പശ്ചാത്തലം. കുറെ കൂടി വേണോ അങ്ങയുടെ കോപത്തിലിരിക്കാൻ? ആകട്ടെ, പ്രാന്തുകൾക്ക് പുറകെ പുറകെ നിനക്കറിയാവുന്നെല്ലാം കേൾക്കട്ടെ. എനിക്കിതും അറിയാം, അങ്ങയ്ക്കറിയില്ലതാ. പ്രേമപൂർണമായ അങ്ങയുടെ ദാമ്പത്യം പാപത്താൽ പങ്കിലമാണ്. സ്വന്തം നാശത്തെ പറ്റി അന്ധമായ ജീവിതം. അപകടശങ്കയില്ലാതെ സ്വതന്ത്രമായി ഇതൊക്കെ പറഞ്ഞു കൂട്ടാമെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? തീർച്ചയായും രക്ഷിക്കാൻ എന്തെങ്കിലും കഴിവ് അത് സത്യത്തിനുണ്ടെങ്കിൽ സത്യം രക്ഷിക്കും, പക്ഷേ നിന്നെയല്ല. ഇല്ലടാ, നാണം കെട്ട പൊട്ടക്കണ്ണൻ കഴുതേ, നിന്നെ രക്ഷിക്കുകയില്ല. നാളെ അങ്ങ് ഈ പേരുകളെല്ലാം കേൾക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അങ്ങ് ഒരു സഹതാപമാണ് തോന്നുന്നത്. നിത്യപ്രകാരത്തിൽ കഴിയുന്ന നിനക്ക് എന്നെയോ കണ്ണുള്ള ആരോടെങ്കിലോ എന്താണ് ചെയ്യാൻ കഴിയുക? ഞാനല്ല അങ്ങയെ തള്ളിയിടുന്നത്. ആദിത്യ ഭഗവാന്റെ കൈകൾ അതും ചെയ്യും. പ്രിയ, നിന്റെ ഈ സുഖം അയാളുടേതുമല്ല. നിങ്ങളുടെ ശത്രു അത് നിങ്ങൾ തന്നെയാണ്. സമ്പത്ത്, രാജപദവി, ജീവിതായോധനത്തിൽ ബുദ്ധിയോടേറ്റുമുട്ടുന്ന ബുദ്ധി, ഇവയ്ക്കൊക്കെ വേണം അസൂയ കൂടപ്പിറപ്പായി. ഇത്രയും നാൾ എന്റെ മിത്രമായ, എന്റെ വിശ്വസ്ത മിത്രമായ പ്രിയോ, എന്റെ അധികാരം തട്ടിയെടുക്കാൻ വേണ്ടി എന്റെ പ്രജയെ പതുങ്ങി പതുങ്ങി നടക്കുന്നു. കിഴക്കു കഴുതേ, നീ
അങ്ങേക്ക് മുകളിലുമുള്ള അങ്ങയുടെ സ്വന്തം രക്ഷത്തോട് അത് വലിയ ദ്രോഹം ചെയ്തിരിക്കുന്നു. അങ്ങ് അതറിയുന്നു പോലുമില്ല. അതിശീഘ്രമായ ഒരു ഇരുതലക്കെട്ട്. അങ്ങയുടെ അച്ഛനമ്മമാരുടെ ശാപം അങ്ങേ ഈ മണ്ണിൽ നിന്ന് തൂത്തുകളയും. തെളിഞ്ഞ കണ്ണുകൾ അങ്ങ് ഇരുണ്ടു പോകും. അന്ന് അങ്ങയുടെ ആശങ്കയുടെ താവളത്തിലേക്ക് മാടി വിളിച്ച ആ മധുര വിവാഹ ഗാനമേതെന്നും അങ്ങ് ആരെന്ന് അങ്ങയെ അച്ഛനെന്ന് വിളിക്കുന്നവർ ആരെന്നും അറിയുമ്പോൾ കുടിക്കാൻ കഴിയാത്ത വേദനയോടെ അങ്ങ് അലറി കരയുമ്പോൾ അന്ന് യാതൊരിടവും ബധിരമാകാതിരിക്കട്ടെ. ഇതറിലെ ഓരോ മൂലയിലും അത് പ്രതിധ്വനിക്കട്ടെ. യോനോട് കയർത്തു കൊള്ളുക. എന്റെ ഇഷ്ടം എന്റെ വാക്കുകളോട് മനുഷ്യൻ അനുവദിച്ചിട്ടില്ലാത്ത അവമതി അങ്ങയെ പാതാളത്തോളം ചവിട്ടി താഴ്ത്തും. ഞാനും ഇനിയും സഹിക്കണം. കടന്നുപോ കണ്ണിൽ നിന്ന്. പങ്കിടത്തെ തന്നെ. അങ്ങേക്ക് ഞാൻ താഴ്ന്നതാണ്. എന്നാൽ അങ്ങയുടെ അച്ഛനമ്മമാരുടെ അഭിപ്രായം അത് വേറെ. എന്താണത്? എന്റെ അച്ഛനമ്മമാർ, എന്റെ ജന്മദാതാക്കൾ ആരാ? ഇന്ന് അങ്ങയുടെ ജന്മദിനമാണ്. മരണനാഴികയിൽ എന്തോ മനുഷ്യർ ചന്ദ്രികയും കടൽക്കഥയിലെ സംസാരിക്കാൻ കഴിയുകയാണ്. കടങ്കഥകൾ അയക്കുന്നതിൽ അങ്ങ് വലിയ ബിരുദനാണെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ മഹിമ ചൂണ്ടിയാണ് എന്നെ അതിശയിപ്പിക്കുന്നത് അല്ലേ? മഹിമയല്ല, അങ്ങയുടെ
അതുകൊണ്ടല്ലേ എന്റെ പേരിൽ ഈ കുറ്റാരോപണം. അതും അദ്ദേഹം കഴിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ചുവന്നു നോക്കാറില്ല. പക്ഷേ ഇതാ അദ്ദേഹം വരുന്നു. നേരിട്ട് ചോദിക്കാമല്ലോ. ആര്? ഇത് ക്രിയോണല്ലേ? എന്താണ് വിശേഷിച്ച്? എനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്റെ കിരീടം മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു. എന്റെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടല്ലോ നിനക്ക്? ഞാൻ ആരാണെന്നാണ് നീ കരുതിയത്? ഭീരുവോ മടയനോ? നിന്റെ ഗൂഢാലോചന കാണാൻ കണ്ണും നേരിടാൻ തലച്ചോറും എനിക്കില്ലെന്ന് നീ കരുതിയോ? ഹോ, എന്തൊരു വങ്കൻ ഗൂഢാലോചന! സ്നേഹിതന്മാരും ധനമൊന്നുമില്ലാത്ത നീയാണോ കിരീടം തേടി തിരിച്ചിരിക്കുന്നത്? എടാ, രാജ്യം ഭരിക്കാൻ ആളും പടച്ചാക്കുകളും വേണം. എന്റെ മറുപടിയും കൂടി കേൾക്കുക. എല്ലാം മനസ്സിലോട് ചോദിക്കുക. സ്വന്തം കുടുംബത്തിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതണമെങ്കിൽ ഞാനൊരു വിഡ്ഢിയായിരിക്കണം. എങ്കിൽ പറയും, ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തെന്നാണ് ധരിച്ചിരിക്കുന്നത്. ആ കള്ളപ്രവാചകനെ ക്ഷണിച്ചു വരുത്താൻ നീ തന്നെയല്ലേ പ്രേരിപ്പിച്ചത്? അതെ, ഇനി ഞാൻ അത് തന്നെ ചെയ്യും. പറയൂ, എത്ര കാലം മുമ്പാണ് ലയൂസ് എനിക്ക് മനസ്സിലായില്ല. അപ്രത്യക്ഷനായിട്ട് എത്ര കാലമായി? വളരെ കാലമായി. നല്ല ഓർമ്മയില്ല. അന്നും ഈ കിഴക്ക് പ്രവാചകന് ഇത് തന്നെയായിരുന്നു തൊഴിൽ. ആയിരുന്നു. ഇന്നത്തെ പോലെ അന്നും ഏവർക്കും സമ്മതനായിരുന്നു. അന്നെങ്ങാനും അയാൾ എന്റെ പേര് പറഞ്ഞിരുന്നുവോ? ഉള്ളതായി കാര്യമില്ല. ലയൂസിന്റെ മരണത്തെ പറ്റി അന്വേഷണങ്ങളൊന്നും നടത്തിയില്ലേ? തീർച്ചയായും നിഷ്ഫലമായിരുന്നു. ഈ ത്രികാരജ്ഞാനി അന്നെന്റെ മൗനം അവലംബിച്ചത് എന്റെ അറിവിനപ്പുറമുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഒന്ന് നിനക്കറിയാം, അതേറ്റ് പറയുന്നതായിരിക്കും ബുദ്ധി. എനിക്കറിവുള്ള ഞാൻ സംഭവിക്കാം. പക്ഷേ എനിക്ക് എന്ത് അറിവുണ്ടെന്നാണ് അങ്ങ് പറഞ്ഞത്? ഇത് തന്നെ നിന്റെ അറിവോടെയില്ലെങ്കിൽ ലയൂസിന്റെ ഭാഗങ്ങളിൽ വിളിക്കാൻ ആ കള്ളപ്രവാചകൻ ധൈര്യപ്പെടില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ തീരുമാനിച്ചോളൂ. പക്ഷേ അങ്ങ് എന്നോട് ചോദിച്ച പോലെ ഞാനും ചിലതൊക്കെ ചോദിക്കട്ടെ. തുടങ്ങിക്കോളൂ. പക്ഷേ എന്റെ ശിരസിൽ രക്തപാതകം വെച്ചാൽ നിന്നെ കൊണ്ട് സാധില്ല. അങ്ങ് എന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അതെ, മരണത്തിലും നരകിലും അവർ അങ്ങയുടെ തുല്യ പങ്കാളിയല്ലേ? അവർ ആഗ്രഹിക്കുന്നെടുക്കാനുള്ള അവകാശമുണ്ടവർക്ക്. എങ്കിൽ ഈ സ്ഥാനത്തിൽ എനിക്കുമില്ലേ മൂന്നിലൊരു അവകാശം? തീർച്ചയായും നിന്റെ വഞ്ചന അത് നീചമായി തുടരുന്നതും ഇതുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ അത് വിശ്വസിക്കുന്നു. ചിന്തിച്ചു നോക്ക്. അസൂതരമായ സിംഹാസനത്തിനു വേണ്ടി രാജപദവിയിലുള്ള ശാന്തജീവിതം ആരെങ്കിലും വെച്ചു മാറുന്നു? രാജാവെന്ന നാമധേയം വഹിക്കുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ആഴത്തിന് മാത്രമേ സത്യം തിരിച്ചറിയൂ. ദുഷ്ടൻ ഒരു ദിവസം പുറത്തു വരും. നല്ല വാക്കുകൾ. ഏതൊരു നേരത്തെയും പാലിക്കുകയും ചെയ്യേണ്ട വാക്കുകൾ. ശുക്രവികാരങ്ങൾ അപകടകരമാണ്. ശീഘ്രതയുള്ള ഒരു ഗൂഢാലോചനക്കാരൻ പ്രവർത്തനം തുടങ്ങിയാൽ ശീഘ്രത്തിൽ തന്നെ മറുകൈ നോക്കുകയാണ് രക്ഷ. എന്റെ സ്നേഹിത, അവൻ അവന്റെ തരം നോക്കുമ്പോൾ ഞാൻ എന്റെ അവസരം പാഴാക്കുന്നത് എന്തിന്? പിന്നെ അങ്ങേക്ക് എന്താണ് വേണ്ടത്? എന്നെ ബഹിഷ്കരിക്കണമോ? ഒരിക്കലും വേണ്ട. ബഹിഷ്കരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് മരണമാണ്. അങ്ങയെ ദ്രോഹിച്ചെങ്ങനെയാണെന്ന് കാണിക്കാൻ. എന്നും ആ പഴയ പിടിവാശി തന്നെയാണ് തൂങ്ങുന്നത് അല്ലേ? അങ്ങേക്ക് അങ്ങനെ തോന്നിയേക്കാം. എനിക്ക് അങ്ങനെയല്ല. ഇല്ലെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അങ്ങേക്ക് അങ്ങനെ തോന്നിയേക്കാം. എനിക്ക് അങ്ങനെയല്ല. നീ വഞ്ചകനാണ്. ഇതൊക്കെ വാങ്ങിയിട്ടാണെങ്കിലോ? രാജാക്കന്മാർ ഭരിച്ചേ കഴിയും. നീതിക്കമല്ലെങ്കിൽ വേണ്ട. ഈ നഗരമേ, ഇത് കേൾക്ക്. നിന്റെ നഗരമേ, അങ്ങേ
അവിടെയാണ് അയാളുടെ കൗശലം. ഒരു കള്ളപ്രവാചകനെ മുൻനിർത്തി അയാൾ മറഞ്ഞു നിൽക്കുകയാണ്. അത്രയേ ഉള്ളുവെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. യാതൊരു മനുഷ്യനും പ്രവചന ശക്തിയില്ല. എനിക്കതിന് തെളിവുമുണ്ട്. ലയോസിന് ഒരു വെളിപാടുണ്ടായി. ആദിത്യ ഭഗവാനിൽ നിന്നല്ല, ഭഗവാന്റെ പൂജാരികളിൽ നിന്ന്. അദ്ദേഹം സ്വന്തം പുത്രന്റെ കയ്യാൽ മരിക്കുമെന്ന്. അദ്ദേഹത്തിന് എന്നിലുണ്ടായ പുത്രന്റെ കയ്യാൽ. എന്നിട്ട് എന്തുണ്ടായി? ഒരു മുക്കൂട്ട പെരുവഴിയിൽ വെച്ച് പുറംനാട്ട് കൊള്ളക്കാരുടെ കയ്യാൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കുട്ടിയുടെ കാര്യമാണെങ്കിൽ അത് 3 ദിവസം പ്രായമാകുന്നതിന് മുമ്പേ അതിന്റെ പാദങ്ങൾക്ക് വച്ച് കമ്പിയിട്ട് വിജനമായ പർവ്വതത്തിൽ മരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചു. ഭഗവാന്റെ വെളിപാടല്ലായിരുന്നു തെളിഞ്ഞില്ലേ? മകൻ അച്ഛനെ കൊന്നില്ല. അച്ഛൻ വളരെ കഴിച്ചെങ്കിലും അദ്ദേഹം പുത്രനാലല്ല കൊല്ലപ്പെട്ടത്. പക്ഷേ വെളിപാട് അങ്ങനെയായിരുന്നു. പിന്നെ എന്തിനാണ് നീ ഇതിനെയൊക്കെ വകവെച്ചു കൊടുക്കുന്നത്? നീ പറഞ്ഞത് എനിക്ക് ഭയമുണ്ടാക്കുന്നു. ഞാൻ ഓർക്കുകയാണ്. എന്തോ ഓർക്കുകയാണ്. എന്തോ നിന്റെ മനസ്സിൽ കിടന്നിളക്കുന്നു. എന്താണ് കാര്യം? അങ്ങ് വല്ലാതെ ഞെട്ടുകയും വിറക്കുകയും
ഈശ്വരനാലും വെറുക്കപ്പെട്ട മനുഷ്യൻ, ആരും അഭയം തന്നുകൂടാത്തതും മിണ്ടിക്കൂടാത്തതുമായ മനുഷ്യൻ ഞാനാണ്. ഞാൻ ഉച്ചരിച്ച ശാപം എന്റെ ശിരസിൽ തന്നെ. വീട്ടിലേക്ക് പോകാനും നിവർത്തിയില്ല. ഇവിടെ ചെന്നാൽ എന്റെ അച്ഛനെ കൊല്ലാൻ, അമ്മയെ ഭാര്യയാക്കാൻ ഇവിടെ വന്നെങ്കിലും ഏത് ഭയങ്കര ഈശ്വരനാണ് ഈ വിധി എന്റെ മേലേറ്റിയത്. ഈശ്വരന്മാരെ വരുത്തരുത്. പല പാതകളുടെ കരപ്പറ്റുന്നതിന് മുമ്പ് മരിച്ചു മണ്ണടിക്കാൻ ഇടവരുന്നത്. ഈ വാർത്തകൾ അതിഭയങ്കരങ്ങളാണ്. എങ്കിലും നമ്മുടെ സാക്ഷി വരുന്നവരെ അന്ന് ആശ കൈവടിയരുത്. ലേഖ പ്രതീക്ഷ ആട്ടിടയൻ അവനിൽ നിന്ന് അങ്ങേത് സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുതന്നെ എന്റെ കഥയോട് യോജിക്കുന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ പറയുന്നു, അവനത് പറഞ്ഞതാണ്. ഇനി അവന് മറിച്ച് പറയാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ മാത്രമല്ല, ഇവരെല്ലാം കേട്ടതാണ്. ഇനി അഥവാ മറിച്ച് പറഞ്ഞാൽ തന്നെ ലായൂസ് മരിച്ചത് പ്രവചനപ്പടിയാണെന്ന് വരുന്നതല്ല. ആദിത്യ ഭഗവാൻ പറഞ്ഞത് എന്റെ മകൻ അദ്ദേഹത്തെ കൊല്ലുമെന്നായിരുന്നു. അതും നടക്കാനിടയില്ല. പകരം മരിച്ചത് എന്റെ മകൻ തന്നെയായിരുന്നു. പ്രവചനം മണ്ണാങ്കട്ട. ഇതിനു വേണ്ടി ഞാൻ എന്റെ ചെറുവീരം പോലും ഇനി ഉയർത്തുകയില്ല. വാസ്തവം. എങ്കിലും അയാൾ വരട്ടെ. ആട്ടിടയൻ ഇപ്പോൾ അയാൾ തന്നെ വന്ന് ആരെയായിരിക്കും? നമുക്ക് അകത്ത് പോകാം പ്രഭു. മാന്യരെ, ക്ഷേത്രങ്ങളിലെല്ലാം പൂജ ചെയ്തു. അച്ഛനുമായി ഞാൻ വരികയാണ്. രാജാവിന് സുഖമില്ല. എന്തൊക്കെയോ ഭയാശങ്കകൾ അദ്ദേഹത്തെ ഞെരുക്കുകയാണ്. കഴിഞ്ഞതിനെക്കുറിച്ചോർത്ത് അദ്ദേഹത്തിന് ഇന്നത്തെപ്പറ്റി ഒന്നും തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. ഭയപ്പെടുത്തുന്ന ഓരോന്നും തപ്പിപ്പിടിക്കുകയാണ്. എനിക്ക് സമാധാനിപ്പിക്കാൻ കഴിയില്ല. ആദിത്യ ഭഗവാനെ, അങ്ങാണ് എനിക്ക് ഏറ്റവും അടുത്ത ഈശ്വരൻ. ഞങ്ങളുടെ നായകൻ തളർന്നിരിക്കുന്നു. നീചമായ ഈ പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റിയാലും അതെ ഭക്തൻ, ഞാൻ യൂണിവേഴ്സിറ്റി കൊട്ടാരം അന്വേഷിച്ച് വരികയാണ്. അങ്ങോട്ടുള്ള വഴിയൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾക്കറിയാമെങ്കിൽ അദ്ദേഹത്തെ കാണിച്ചു തരൂ. തന്നെ അദ്ദേഹം ആവശ്യമുണ്ട്. ഈ മാനസ്ത്രീ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹത്തിന്റെ കുട്ടികളുടെ അമ്മ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവരുടെ സകലത്തിൽ അത്തരം ഒരാൾക്ക് ചേർന്ന പത്നി. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. എന്താണ് കൊണ്ടുവരുന്നത്? അപേക്ഷയും സന്ദേശവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ ഗൃഹത്തിൽ ശുഭവർത്തമാണ്. എന്ത് വർത്തമാനം? ആരിൽ നിന്ന്? ഓരോന്നിൽ നിന്ന് ഈ വർത്തമാനത്തിൽ നിങ്ങൾ സന്തോഷിക്കാതിരിക്കാൻ ഇപ്പൊ ദുഃഖിച്ചാൽ ഒരേ സമയം ദുഃഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് എന്ത് വർത്തമാനമാണ്? ഞങ്ങളുടെ ജനങ്ങൾ ഈഡിപ്പസിൽ
തീരുമാനിച്ചിരിക്കുക. അങ്ങനെയാണ് സംസാരം. ഓഡിപ്പസ് രാജാവല്ലാതായിരുന്നു. ഓഡിപ്പസ് മഹാരാജാവ് സംസ്കാരവും കഴിഞ്ഞു. എന്ത്? മരിച്ചു. ഓഡിപ്പസിന്റെ അച്ഛൻ മരിച്ചു. അതെ, വാസ്തവം. എടീ, പേടിച്ച നീ വർത്തമാനം നീ യജമാനനെ അറിയിക്ക്. എവിടെയാ അതിന്റെ വെളിപാടുകൾ? ഒന്നുമാണ് കേൾക്കുന്നത് വരും. ഓഡിപ്പസ് ഇന്നലെ ആരെ കണ്ടൊഴിഞ്ഞു മാറിയോ? ഓഡിപ്പസ് മരിച്ചിരിക്കുന്നു. സാധാരണ മരണം. ഓഡിപ്പസിന് അതിൽ യാതൊരു പങ്കില്ലാതായി. പ്രിയപ്പെട്ട യപ്പോസ്ത, എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? ഇപ്പോൾ പറയുന്നത് കേൾക്കൂ. ആ പ്രവചനങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് പറയൂ. ആരാണ് ഇയാൾ? എന്ത് വർത്തമാനമാണ് ഇയാൾ കൊണ്ടുവന്നിരിക്കുന്നത്? അവൻ ഓടിയിൽ നിന്ന് വീണാണ്. അങ്ങനെ അച്ഛൻ ഓഡിപ്പസ് മരിച്ചു. വല്ലവരുടെ കൈയാലോ അതോ രോഗബാധ? രോഗം മാത്രമല്ല, വാർദ്ധക്യം. ശരി ശരി. അപ്പോൾ യപ്പോസ്ത, ആദിത്യക്ഷേത്രത്തിലെ അത്യുന്നവും വെളിപാടുകളും പക്ഷിശാസ്ത്രങ്ങളും എല്ലാം എന്തായി? അതനുസരിച്ച് ഞാൻ എന്റെ അച്ഛനെ കൊല്ലേണ്ടതായിരുന്നു. അദ്ദേഹം ശവക്കുഴിയിലായി. ആയുധം തൊട്ടിട്ടില്ലാതെ ഞാനിവിടെ. ഒരു കണക്കിന് ഞാൻ പറയാം, ഞാനാണ് അദ്ദേഹത്തെ കൊന്നതെന്ന്. എന്നെ കാണാതെ വ്യസനം കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന്. എന്നാൽ വെളിപാട് അക്ഷരപ്രതി നിറവേറിയില്ല. ഓഡിപ്പസിനെ പോലെ മരിച്ചിരുന്നു. അത് തന്നെയല്ലേ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. അതെ, പക്ഷെ ഭയം എന്നെ വഴി തെറ്റിച്ചു. അതെല്ലാം മറന്നു കളഞ്ഞേക്കൂ. ഇനിയുമുണ്ട്. അമ്മ പറയാമെന്ന ആളുകൾക്കുണ്ടോ? വിധി അതാണ് ജീവിതത്തെ ഭരിക്കുന്നത്. ഭാവി അജ്ഞേയമാണ്. ഇന്നും നാളെയും ഉത്തമമായി ജീവിക്കും. അമ്മയ്ക്ക് വിവാഹം കഴിക്കുമെന്നൊന്നും ഭയപ്പെടേണ്ട. ആ പേക്കിനാവ് പലരും കണ്ടതാണ്. ജീവിക്കണമെങ്കിൽ ഇതൊക്കെ മറക്കണം. അമ്മ വിശേഷം എന്നൊക്കെ പറയാം. ഇതുവരെ മരിച്ചിട്ടില്ല. അതുവരെ നീ എന്തൊക്കെ പറഞ്ഞാലും ഭയപ്പെടാതിരിക്കാൻ നിൽക്കില്ല. എങ്കിലും അച്ഛൻ മരിച്ചത് ഒരു ആശ്വാസമല്ലേ? സമ്മതിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് രക്ഷയില്ല. ഈ ഭയപ്പെടുന്ന ആ സ്ത്രീ ആരാണ്? മൊറോക്കിയൻ റാണി ഓഡിപ്പസിന്റെ ഭാര്യ. അവരെങ്ങനെയാണ് അങ്ങയുടെ ജീവിതം അപകടത്തിലാക്കുന്നത്? അത് സംബന്ധിച്ച് മാരകമായ ഒരു വെളിപാട് അപരിചിതരോട് അറിയാവുന്ന എന്തെങ്കിലുമാണോ? അവരുടെ ജീവിതമില്ല. ആദിത്യ ഭഗവാന്റെ അരുളപ്പാടുണ്ടായിരുന്നു. ഞാൻ എന്റെ സ്വന്തം കൈകളെ കൊണ്ട് അച്ഛനെ വധിക്കുമെന്നും അമ്മയെ വിവാഹം ചെയ്യുമെന്നും. ഞാൻ കോരിന്റെ വിട്ടു പോരാൻ കാരണം ഇതാണ്. എങ്കിലും ഞാൻ ഭാഗ്യവാനാണ്. അച്ഛനമ്മമാരുടെ അഭാവം പരിഹരിക്കപ്പെടാൻ പറ്റാത്തതാണെങ്കിലും നിങ്ങൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എങ്ങനെ ഈശ്വരനോട്ട് ദൈവം പറഞ്ഞു തരും. അങ്ങയെ വീട്ടിൽ നിന്ന് നികർത്തുന്ന ഈ ഭയം. അതെ, അത് തന്നെ. ആദിത്യ ഭഗവാന്റെ വാക്കുകൾ ഇനിയും നിർവഹിക്കപ്പെടുന്നവരാ. അങ്ങയുടെ ഭയത്തിന് അർത്ഥമില്ല മഹാരാജാവേ. ഞാൻ ഒരു പുത്രനാണ് നോക്കണം. അല്ല, ഓഡിപ്പസ് അങ്ങയുടെ ബന്ധുജനല്ല. അഭിനയം കളിച്ചിരുന്നു. ഞാനാണ് അങ്ങയെ
കട്ടിലിൽ നെഞ്ചിൽ ഏൽപ്പിച്ചു. ഞാൻ ആരാണെന്ന് അറിയാമോ? ലേയൂസിന്റെ കൃത്യനായി ഒരാളാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പഴയ രാജാവ്. അതെ, ലേയൂസ് രാജൻ. അയാൾ അദ്ദേഹത്തിന്റെ ഭൃത്യനായിരുന്നു. അയാൾ ഇപ്പോഴും ഉണ്ടോ? കാണാൻ പറ്റുമോ? അതിന് ഉത്തരം. ഇവിടെ റോലി പറയണം. മാന്യ പൗരന്മാരെ, നിങ്ങളിൽ ആർക്കെങ്കിലും അറിയുമോ ഈ മനുഷ്യൻ പറയുന്ന ഇലയെ ആരെങ്കിലും അയാളെ നഗരത്തിലോ നാട്ടിൻപുറത്തോ കണ്ടിട്ടുണ്ടോ? അറിയാമെങ്കിൽ പറയൂ. ഈ രഹസ്യത്തിന്റെ അടിയാനുള്ള അവസരമാണിത്. അന്ന് ആളയച്ചിരുന്ന ആ ഇടയെ തന്നെയാണ് അയാളെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കുറെ കൃത്യമായി പറയാൻ കാണിക്കാണ് കഴിയുക. യുഗോസ്റ്റ, നമ്മൾ ആലോചിക്കുന്നവരെ എനിക്ക് ശരിക്കറിയാമല്ലോ. അയാളാണ് എനിക്ക് പറയുന്നത്. ആരാണ് ഇത്? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഒന്നുമില്ല. അതല്ല, ഇനി ഒന്നുമില്ല. അസംബന്ധം. ഈ തുമ്പ് അതിന്റെ അച്ഛൻ വരെ പരിശോധിക്കണം. എന്റെ ജനങ്ങളെ മനസ്സിലാക്കുന്നവരെ ഭയപ്പെടാനൊന്നുമില്ല. ഞാൻ 3 തലമുറയായി അടിമ സന്തതിയാണെന്ന് വന്നാലും നിന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചെയ്തേ തീരൂ. എന്റെ നന്മ ഈ പ്രേതം കുറെ കാലമായി എന്നെ ബാധിച്ചിട്ട്. ആരെങ്കിലും ചെന്ന് അയിലയെ കൂട്ടിക്കൊണ്ടുവരട്ടെ. ഈ മാന്യ സ്ത്രീ അവരുടെ കുരുമഞ്ഞി മുന്നോട്ടിരുന്നോളട്ടെ. നമ്മുടെ ഇടയിലാണ് വരുന്നതെന്ന് തോന്നുന്നു. അത് അയാൾ തന്നെ ആയിരിക്കണം. എങ്കിലും നിങ്ങൾക്കാണ് തിരിച്ചു പറയാൻ കഴിയുക. നിങ്ങൾക്ക് അയാളെ അറിയാമെങ്കിൽ. അതെ, അത് അയാൾ തന്നെ. അയാളെ എനിക്കറിയാം. ലേയൂസിന്റെ അഗ്രന്മാരിൽ ഒന്നാമൻ. മാന്യനായ കൊറിയന്തുകാരൻ, ആദ്യം നിങ്ങളുടെ തെളിവ്. നിങ്ങൾ പറയുന്ന ഇടയെ ഇത് തന്നെയാണോ? അതെ, ഇത് തന്നെ. വൃദ്ധനായ ഇടയ, ഞാൻ ചോദിക്കുന്നതിന് എന്റെ മുഖത്ത് നോക്കി മറുപടി പറയും. നിങ്ങൾ ലേയൂസിന്റെ അടിമയായിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ തൊഴിൽ? നാടിന്റെ ഏത് ഭാഗത്തായാണ് നിങ്ങൾ ജോലി ചെയ്തിരുന്നത്? ഈ മനുഷ്യൻ എന്തു കടലായി ഓർമ്മിക്കുന്നു.
മറ്റെവിടുന്നെങ്കിലുമോ? എന്റേതല്ല, മറ്റൊരാളുടെ. ഏത് മനുഷ്യൻ? ഏത് വീട്? എന്ന് മാറ്റി ദൈവത്തെ ഓർത്ത് ഇങ്ങോട്ടാണ് ചോദിക്കരുത്. പറയൂ. ഇനി ഞാൻ മിണ്ടിയാൽ അത് നിന്റെ മരണശിക്ഷയായിരിക്കും.
ഈഡിപ്പ സോൺ റിഹേഴ്സൽ എന്ന നാടകം ഇവിടെ പൂർത്തിയാകും. ഈ നാടകം ആരെങ്കിലും അണിയറയിൽ പ്രവർത്തിച്ച് ഒന്ന് പരിചയപ്പെടാം. ഇനി കലാമുഖ ഈ നാടകത്തിൽ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് യദു. സംഗീത നിയന്ത്രണവും സഹസംവിധാനവും പോസ്റ്റർ ഡിസൈനിങ്ങും സനത്. ഇതിന്റെ കോസ്റ്റ്യൂമും രംഗോപകരണങ്ങളും ഇനി ഇതിന്റെ സെറ്റ് അശോകൻ. ഇതിന്റെ ദീപ സംവിധാനവും ദീപ നിയന്ത്രണവും രാംജി പ്രതാപ്.